ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഒരു ചീരത്തോരൻ വെക്കാൻ പോവുകയാണ്. ഞാനിത് രാത്രിയിലെ എല്ലാം ക്ലീൻ ചെയ്ത് ഒരു കവറിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് വരാമേ. ഗായ്സ്, ഞാനിവിടെ ചീര കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, വരമുളക്, തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ചീരയൊക്കെ നല്ലപോലെ കഴുകണം. അതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ തേങ്ങ തിരുമിയത് അതുകൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാമേ. ആഴ്ച നമ്മൾ എങ്ങനെയും രണ്ട് ദിവസമേലും ചീര കഴിച്ചിരിക്കണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കടായി അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, എണ്ണ ഒഴിച്ച് ഇനി ചീര അതിനകത്തോട്ടിട്ട്. ചീരയ്ക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ചീര അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം എല്ലാം കൂടി ഇറങ്ങും, പിന്നെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ചീര വേവിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് ഇതുപോലെ ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചും വെച്ച് ഗ്യാസ് ഓഫാക്കിയും വെച്ച് ഇതൊന്ന് അടച്ചു വെക്കണം. നിങ്ങൾ ഏത് ചീര ഉണ്ടാക്കിയാലും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ മതി. അടിപൊളിയാണ്. പിള്ളേരും ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി ചീരത്തോരൻ റെഡി. ഇതേ മെത്തേഡിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.